മൊബൈൽ റേഞ്ച് ഇല്ലാത്ത 90കളിലെ ആ പഴയ കാലത്തേക്ക് ഒരു മടങ്ങിപ്പോക്കിന് ആഗ്രഹമുണ്ടോ? 4 വശവും വനത്താൽ ചുറ്റപ്പെട്ട 1000 ഏക്കറോളം വരുന്ന എസ്റ്റേറ്റിൽ ഒരാൾക്ക് വെറും 500 രൂപയ്ക്ക് ഒരു ദിവസം താമസിക്കാനും അവിടെ തന്നെയുള്ള ഒരു പ്രൈവറ്റ് വെള്ളച്ചാട്ടത്തിൽ ആരുടെയും ശല്യമില്ലാതെ നീന്തി കുളിച്ച് ഉല്ലസിക്കാനും പറ്റുന്ന ഈ സ്പോട്ടിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ തുടർന്ന് കണ്ടോളൂ. വൈകുന്നേരം 5 മണിയോടുകൂടി ഞങ്ങൾ ഇടിഞ്ഞാർ ചെക്ക് പോസ്റ്റിലെത്തി. എസ്റ്റേറ്റിൽ നിന്നുള്ള ബുക്കിംഗ് കൺഫർമേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് പേരും അഡ്രസ്സും എഴുതി കൊടുത്ത് അകത്തേക്ക് കയറി. ഇനിയുള്ള 10 കിലോമീറ്ററോളം ദൂരം ഈ വഴിയിലൂടെയാണ് പോകേണ്ടത്. ആനയും മറ്റു വന്യമൃഗങ്ങളും ഇറങ്ങാൻ നല്ല സാധ്യതയുള്ള ഈ റോഡിലൂടെയുള്ള സന്ധ്യാസമയത്തെ ബൈക്ക് യാത്ര ഒരേ സമയം ത്രില്ലിങ്ങും അതുപോലെ തന്നെ ചെറുതായി പേടിപ്പെടുത്തുന്ന ഒന്നുമാണ്. ഇവിടം കൊണ്ട് ഈ റോഡ് അവസാനിക്കുകയാണ്. ഇനിയുള്ള വഴി എസ്റ്റേറ്റിന്റെ ഉള്ളിലൂടെയാണ്. എസ്റ്റേറ്റിൽ എത്തിയപ്പോഴേക്കും നേരം നല്ലവണ്ണം ഇരുട്ടിയിരുന്നു. അതുകൊണ്ട് ബൈക്കുകൾ പാർക്ക് ചെയ്ത് നേരെ റൂമിലേക്കാണ് പോയത്. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും 50 കിലോമീറ്റർ അകലെയായുള്ള ബ്രൈമൂർ എസ്റ്റേറ്റിലാണ്. ഈ കാണുന്ന ചുവന്ന പെയിന്റ് അടിച്ച കെട്ടിടത്തിലായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റേ. റൂമിന്റെ ഉൾവശം ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു ചെറിയ കിച്ചൺ സെറ്റപ്പും ഡൈനിങ് ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കുക്ക് ചെയ്ത് കഴിക്കാം. അല്ലാത്തവർക്ക് ചെക്ക് പോസ്റ്റിന്റെ അടുത്തുള്ള ഈ കടയിൽ പറഞ്ഞാൽ അവർ ഫുഡ് റെഡിയാക്കി എസ്റ്റേറ്റിൽ എത്തിച്ചു തരും. ഇതാണ് ബെഡ്റൂം. 2 ഡബിൾ ബെഡുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ 4 പേർക്ക് സുഖമായി കിടക്കാം. കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ താഴെ പാ വിരിച്ച് കിടക്കാവുന്നതാണ്. പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചകളാണ്. അതിരാവിലെ തന്നെ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ജോലിക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഗ്രാമ്പും കുരുമുളകുമാണ് ഇവിടെ ഇപ്പോൾ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ പൂട്ടിപ്പോയ പഴയ തേയില ഫാക്ടറിയാണ്. നിരന്തരമായ തൊഴിലാളി സമരങ്ങൾ കാരണമാണ് ഈ ഫാക്ടറിയുടെ പ്രവർത്തനം നിലച്ചുപോയത്. 1883 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ ഫാക്ടറിക്ക് ഇപ്പോൾ 143 വർഷത്തെ പഴക്കമുണ്ട്. ഇതിന്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ഇവിടുത്തെ സൂപ്പർവൈസറുടെ അനുവാദത്തോടെ അകത്തേക്ക് കയറാവുന്നതാണ്. ഫാക്ടറിയൊക്കെ കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞങ്ങളുടെ അടുത്ത സ്പോട്ട് ഈ എസ്റ്റേറ്റിന്റെ ഉള്ളിലായുള്ള ഒരു അടിപൊളി വാട്ടർഫോൾ ആണ്. അതിന്റെ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്താം. ആ വീഡിയോ മിസ്സാകാതിരിക്കാൻ പേജ് ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാമോ? അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ ബൈ.